ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ എന്താ പറയുക, അകത്തേക്ക് കയറിയതാണ്. അപ്പോൾ അത് ഒരുപാട് പണി കൊണ്ട് 2-3 ദിവസമായിട്ട് ഏട്ടൻ്റെയും മോനൂസിൻ്റെ ഒക്കെ വിവിധ കലാപരിപാടികളായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കിയിട്ടൊക്കെ അടുക്കളയൊക്കെ ആകെ ഇരപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാ ഗൈസ്, ഞാനിതാ കണ്ടോ ചൂലൊക്കെ ഇട്ട് അടിച്ചൊരിട്ട് ആകെ മാറാതെ തട്ട്, അതൊക്കെയാണ് ഇന്നത്തെ പണി കേട്ടോ. ഇന്ന് ഫുൾ ബിസിയാണ്. അപ്പോൾ ഇതാ അടുക്കളത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തിരുമ്പാനും ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ആദ്യം ഇവിടേക്ക് ഒന്ന് ക്ലിയർ ആക്കട്ടെ, എന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അകത്തൊക്കെ അതാ തുടപ്പും ബക്കറ്റൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് കേട്ടോ. ഞാൻ മേലെ നിന്നൊക്കെ മാറാലും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് തട്ടിയതിൻ്റെ ശേഷമാണ് താഴെ 2-3 ദിവസം ഞാൻ പറഞ്ഞില്ല, 2-3 ദിവസമായി തുടച്ചിട്ട്. പിന്നെ അനുവിനും തന്നെ വയ്യായിരുന്നു തുടയ്ക്കാനൊക്കെ. ഞാൻ പറഞ്ഞു നല്ല അവൾ ലീവ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എന്താ പറയുക, തുടയ്ക്കാൻ അങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ അതാ ടേബിളൊക്കെ തുടച്ചു, ഷീറ്റൊക്കെ തുടച്ച് വൃത്തിയാക്കി. എന്താ പറയുക, നമ്മൾ പീരിയഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 4 ദിവസം കഴിഞ്ഞാലുള്ള പണി എന്ന് പറഞ്ഞാൽ 1.5 പണിയാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ അങ്ങനത്തെ ഓരോ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. ഏട്ടനാണ് എല്ലാതും ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ പണിയും കാര്യങ്ങളൊന്നും മൂപ്പര് ചെയ്യൂല കേട്ടോ. നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും, എന്നെ വലിയ കിട്ടല. അപ്പോൾ അതാ ഗൈസ്, ഇവിടെയൊക്കെ നേരെയാക്കിയിട്ടുണ്ട് കേട്ടോ. മാറാലയൊക്കെ തട്ടി ഇപ്പോൾ ആകെ ഒന്ന് അടിച്ചു വരണം. അടുക്കള ഞാൻ ഓൾറെഡി വൃത്തിയാക്കി നേരത്തെ തന്നെ നീച്ചിട്ടുണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇതാ ഒക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരു വകയായിരുന്നു, പറയാൻ പറ്റൂല അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാം മാസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഓൾറെഡി പ്രത്യേകിച്ച് പറയുന്നില്ല, എന്നാലും ജസ്റ്റ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാന്നുള്ളൂ. എത്ര സ്ഥലത്തുണ്ട് ഇങ്ങനത്തെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല കേട്ടോ. ഇപ്പം അങ്ങനെ പൊതുവെ അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ ഇവിടെ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മളതൊരു പണ്ടത്തെ തറവാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ ഗ്യാസിൻ്റെ അവിടെയൊക്കെ നിറയെ അവർ മീനൊക്കെ ഇന്നലെ ഫ്രൈ ചെയ്തതും ഒക്കെ ആകെ ഇങ്ങോട്ട് ഗ്യാസിന്മേലൊക്കെ ആക്കി. എനിക്കതൊക്കെ കാണുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മൾ പെണ്ണുങ്ങൾ എടുക്കണ ആ ഒരു സെറ്റപ്പ് എന്തായാലും ആണുങ്ങൾ ചെയ്താൽ ഉണ്ടാവില്ലല്ലോ അടുക്കള പണിയൊന്നും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാനിത് ഗ്യാസൊക്കെ നല്ലോണം സോപ്പൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി, ഷീറ്റൊക്കെ സോപ്പിട്ട് കഴുകി. അങ്ങനെ ഫുഡ് നിന്ന് പറയുന്ന കാര്യമായിട്ട് അങ്ങനെ വലിയ റിച്ച് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ചോറ് വെച്ചു, ചോറ് വെച്ചു, ബീട്രൂട്ടിൻ്റെ തോരൻ വെച്ചിട്ടുണ്ട്, തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് കണ്ടോ ഗൈസ്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ഒരു ഉപ്പേരിയും ചമ്മന്തി ഉണ്ട്, അതൊക്കെ കൂട്ടി കഴിക്കാമെന്നാണ് വിചാരിച്ച്. പിന്നെ ഇന്നലത്തെ മീൻകറി കുറച്ചുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഫുഡും കാര്യങ്ങളും കേട്ടോ. ഫുഡിന് വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടില്ല ഇന്ന്, കാരണം നമുക്ക് ഈ പണികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ എന്താ പറയുക കേട്ടോ, ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് 40 മരം തളിച്ചിട്ട് നമ്മൾ ചവിട്ടിയൊക്കെ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. അടുക്കളേൻ്റെ ഇവിടുത്തെ അകത്തത്തെ എല്ലാ ചവിട്ടികളും ഞാൻ മാറ്റും ഇന്നത്തെ ദിവസം എന്ന് പറയണത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി 40 മരം തിളപ്പിച്ച് തളിക്കും കേട്ടോ എല്ലായിടത്തും. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ വിളക്കെത്തിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് 2 പുതിയ ചട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മയക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് തൂവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇനി തേച്ച് വെക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ ചട്ടി മയക്കൽ. എനിക്ക് എങ്ങനെയാണിത് ചെയ്യലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ നമ്മളിങ്ങനെയാണ് ചെയ്തെടുക്കുക. പിന്നെ ഓമിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിങ്ങനെ എന്താ പറയുക, ചിരട്ടക്കരി കത്തിച്ചിട്ട് കണലാക്കിയിട്ട് അതിൻ്റെ മേലെ കമഴ്ത്തി വയ്ക്കും, പിന്നെ നേർത്തി വയ്ക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് 2-3 ദിവസം ഇങ്ങനെ വെളിച്ചെണ്ണ തേച്ച് വയ്ക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി ഇതിൽ നന്നായിട്ട് എന്താ പറയുക ചെയ്യാൻ പറ്റിയ മെത്തേഡൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക കേട്ടോ, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാനെൻ്റെ പണിയിലേക്ക് പോട്ടെ കേട്ടോ. 2 ബക്കറ്റാണ് ഞാൻ പുതിർത്തി വെച്ചിട്ടുള്ളത് തിരുമ്പാൻ. ഇത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് കടക്കാൻ. അപ്പോൾ ഓക്കെ ഗൈസ്, മഴക്കാർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഞാൻ തിരുമ്പാൻ ഇറങ്ങി കേട്ടോ. കാരണം ചിലപ്പോൾ ഉച്ചേൻ്റെ ശേഷം മഴയും പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ബക്കറ്റ് നിറച്ച് വാറുണ്ട്. പിന്നെ അതാ കാണുന്ന ബക്കറ്റിൽ പിന്നെ അതിക്ക് തികയാത്തതിനാണ് ഇതും കൂടി. മോനൂസ് സ്കൂളിൽ പോകുമ്പോൾ കഴിച്ചിട്ടതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് കയറുള്ളൂ, അല്ലാതെ നമ്മൾ അകത്തേക്ക് കയറിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാ ഞാനേ തിരുമ്പട്ടെ കേട്ടോ. പൈപ്പിൽ വെള്ളം വന്നുകാണ്ട് അപ്പം തന്നെ നിന്നും ചെയ്തു. ഇതാണ് ഇപ്പോൾ ടാങ്കിൻ്റെ അവസ്ഥ, വെള്ളം കുറവാണ്. അപ്പോൾ ഇതിലൊക്കെ ഉണ്ട്, അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തിരുമ്പണം.
വെള്ളം വന്നാൽ കഴിച്ചില്ലായി, ഇല്ലെങ്കിൽ ഒരു കഥയാണ്. നാട് മുഴുവൻ മഴയാണ്, നമുക്ക് വെള്ളമില്ല. അതൊക്കെ തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. കിണറില്ല ഞാൻ ഭയങ്കര ഇതാട്ടോ, ഗതികേടാട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. 3 ചവിട്ടി ഇത് ഇന്നലെ തിരുമ്പിട്ടതാണ്. ഇന്നലെ ഞാൻ വെള്ളം വന്നപ്പോൾ തിരുമ്പിട്ടാണ്. അത് അപ്പം തന്നെ നിന്നും ചെയ്ത് ആ വെള്ളം. അതുകൊണ്ട് അത് കഴിഞ്ഞ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അടുക്കളേൻ്റെ മുൻഭാഗമൊക്കെ അതാ തേച്ചതൊന്നും കുളമായിട്ടില്ല. ഇനി 2 ദിവസം കൂടി നിൽക്കണ്ടാവും ഇങ്ങനെ. അപ്പോൾ കഴിച്ച് തിരുമ്പട്ടെ കേട്ടോ. കുറേ പറഞ്ഞിങ്ങനെ വലിച്ച് നീട്ടിയാൽ എൻ്റെ തിരുമ്പൽ അവിടെ നിൽക്കും. ഓക്കേ, ഞാൻ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അത് അകത്തേക്ക് ഇങ്ങനെ കയറി. അപ്പോഴാണ് ഇന്ന് ഉണ്ണിയേട്ടനൊക്കെ ലീവാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവരെന്താ വർക്ക്ഷോപ്പിൻ്റെ എന്തോ സമരമോ കാര്യങ്ങളോ മീറ്റിങ്ങോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഇന്ന് ലീവാണ്. അപ്പോൾ ഇന്ന് മൂപ്പരെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതാ തിരുമ്പി കുഴഞ്ഞൊക്കെ ഇങ്ങനെ കയറിയത്. അപ്പം ബീറ്റ്റൂട്ട് ഉപ്പേരിയും എന്താ പറയുക, ഇന്നലത്തെ മീൻകറിയൊക്കെ വെടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച ഞാനാണ്. അപ്പോഴത്തേക്കിന് ഞാനിതാ ഫുഡൊക്കെ. അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു ഞാൻ ചിക്കൻ കൊണ്ടുവന്നേരാം, ചിക്കൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കൂടി തട്ടി കൂട്ടി ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ചിക്കൻ വറുത്തു. പിന്നെ കറി ഉണ്ടായിരുന്നില്ല, കറിയൊക്കെ അതാ പെട്ടെന്ന് റെഡിയാക്കിട്ടോ. അങ്ങനെ അതാ ഉരുളൻകിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടൊരു സെറ്റപ്പ് കറിയൊക്കെ ഉണ്ടാക്കിട്ടോ. ബീറ്റ്റൂട്ട് ഉപ്പേരിയൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ അതൊന്നും നടന്നില്ല ഗൈസ്. ഒക്കെ ഫുഡൊക്കെ കൊടുത്തു. അവർ ഫുഡൊക്കെ കഴിച്ച് അവർ പോയി കേട്ടോ. പിന്നെ അതാ ബാക്കി വരുന്ന ചിക്കൻ വറുത്തു ഞാൻ കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഇട്ടാണ്ട് ചിക്കൻ വറുത്ത് വെച്ചിട്ട്. ഇനി ഇത് മക്കൾക്ക് എടുത്ത് വെച്ചതാണ്, മോനൂസിനും അനുവിനും കൂടി എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഒരുപാട് ചിക്കനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഈ 2 കഷ്ണമൊക്കെ എടുത്ത് മക്കൾക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ടാണ് അടുത്ത പണിയെടുക്കാൻ. അപ്പോൾ ഗൈസ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. എന്താ പറയുക, ഒരുപാട് ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം പണിയൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ ആകെ ഇതായി. പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നു. ഇപ്പോൾ നീച്ചിട്ടുള്ളൂ കേട്ടോ. മോനൂസ് സ്കൂളിട്ട് വരുവോളുള്ള കിടത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടന്നതാണ്. അപ്പോൾ അതാ 4 മണിയായി. ഞാനെ കൊണ്ടുവരാൻ പോകണം. ഇപ്പോൾ കിടന്നപ്പോൾ നീച്ച് വരികയാണ്. ഇനി ചായക്ക് വെള്ളം വെക്കണം. ഉച്ചയ്ക്ക് ഞാൻ കിടക്കലില്ല, പക്ഷെ ഒന്ന് നല്ല ടയർഡായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ കിടന്നു. ഇതാ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചായക്ക് കടിയെന്ന് അറിയാനൊന്നുമില്ല. അപ്പം ഇനി പിന്നെ ബ്രെഡ് ഉണ്ട്. അപ്പോൾ ഏട്ടൻ ഇവിടെ ഇല്ല. അപ്പോൾ ഏട്ടൻ മലപ്പുറത്തേക്ക് പോയതാണ്. അപ്പോൾ ഏട്ടനോട് ഇനി വരുമ്പോൾ ബ്രെഡ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അതിന് സ്കൂൾ വിട്ട് വരാൻ നേരമായി. ഇനിയിപ്പോൾ ഒരാൾക്ക് കൂട്ടി കളിച്ചോളും. ചിക്കൻ ഉച്ചയ്ക്ക് താക്ക അങ്ങനെ കൊടുക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ.